ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സിപ്പി നെസ്റ്റ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് താര. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഴുതാൻ ആരംഭിച്ച കുഞ്ഞുങ്ങൾക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അമ്മയായിട്ടൊരു അധ്യാപികയായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. സാധാരണ കുഞ്ഞുങ്ങൾ എഴുതി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ റൈറ്റിംഗ് ഈസിയാക്കി മാറ്റുന്നത്. ഈ വീഡിയോയിൽ ഫൈൻ മോട്ടോർ സ്കിൽ മുതൽ പോസിറ്റീവ് എൻകറേജ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ കുഞ്ഞിൻ്റെ റൈറ്റിംഗ് വളരെ ഈസി ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ എഴുതിക്കാൻ തുടങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് നല്ല ക്ഷമയാണ്. ക്ഷമയില്ലാണ്ട് ഒന്നും നടക്കത്തില്ല. കാരണം നമ്മൾ തുടക്കം തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളോട് കൂടത്തില്ല എഴുതാനായിട്ട്. നമ്മൾ എഴുതാനോ പഠിക്കാനോ ഒക്കെ വിളിക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടക്കുറവും അത് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പം നല്ല ക്ഷമ വേണം കേട്ടോ. കുഞ്ഞുങ്ങളെ എഴുതിച്ചു തുടങ്ങിയാൽ ആദ്യം തന്നെ നമുക്ക് അക്ഷരങ്ങളൊന്നും പഠിപ്പിക്കാൻ നിൽക്കേണ്ട. ഫസ്റ്റ് നമ്മൾ അവരിൽ കൊണ്ടുവരേണ്ടത് കുറച്ച് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞുങ്ങളുടെ കൈയുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമുള്ള ക്ലേ വെച്ചുള്ള കളികൾ. അത് മാത്രമല്ല ടയറിങ് പേപ്പർ അവരെ കൊണ്ട് പല പല കഷ്ണങ്ങളായിട്ട് കീറിക്കുക. അത് ഒരു നല്ല ആക്ടിവിറ്റിയാണ്. അപ്പം ഇത്തരത്തിലുള്ള മോട്ടോർ സ്കിൽസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളുടെ കൈയുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴെന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അവർ കൂടെ ഇരുന്ന് കളിക്കാൻ നമ്മളും കൂടെ കൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം കേട്ടല്ലോ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്താണ്? ഫൈൻ മോട്ടോർ സ്കിൽ. ഫൈൻ മോട്ടോർ സ്കില്ലിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാം. ഫൈൻ മോട്ടോർ സ്കിൽസ് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക്. കാരണം ആക്ടിവിറ്റീസ് അല്ലേ, അതൊരു ഗെയിം പോലെ പോകുമ്പോൾ അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പും കൂടി കടന്നു എന്നാണ് അതിനർത്ഥം. സോ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പെൻസിൽ ഗ്രിപ്പാണ്. കറക്റ്റ് പെൻസിൽ ഗ്രിപ്പ്, അതായത് നമ്മുടെ ഉദ്ദേശം ഇപ്പോഴും എന്താണ്? കുഞ്ഞിനെ പെൻസിൽ കൊണ്ട് എഴുതിക്കുക എന്നുള്ളതല്ല, കറക്റ്റായിട്ട് എങ്ങനെ പെൻസിൽ പിടിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ തമ്പും 2 ഫിംഗേഴ്സും യൂസ് ചെയ്ത് എങ്ങനെ പെൻസിൽ പിടിക്കാമെന്ന് നമ്മളെ കുഞ്ഞിനെ പഠിപ്പിക്കുക. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വരയ്ക്കുകയും കുറിക്കുകയും ചെയ്യുന്നത് ചെയ്തോട്ടെ, പക്ഷെ നമ്മുടെ ആവശ്യം പെൻസിൽ കുഞ്ഞ് കൃത്യമായി പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഫോഴ്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഷോ ആൻഡ് ഗൈഡ് പേഷ്യൻ്റ്ലി. അവരെ നമ്മൾ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്താൽ അവർ ചെയ്യത്തില്ല. സോ എന്താണ്? പെൻസിൽ കറക്റ്റായിട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. അപ്പോൾ കറക്റ്റ് പെൻസിൽ ഗ്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ എഴുതാനിരുത്തുമ്പോൾ അവരെ കറക്റ്റ് ആ ഒരു സിറ്റിംഗ് പോസ്റ്ററിൽ തന്നെ ഇരുത്തണം. അവരുടെ ഹൈറ്റിന് പറ്റുന്ന രീതിയിൽ ചെയറും ടേബിളും വെച്ച് അവർ ഇരുന്ന് തന്നെ എഴുതാനായിട്ട് നമ്മൾ തുടക്കത്തിൽ ട്രെയിൻ ചെയ്യുക. എന്താണോ നമ്മൾ ഇനിഷ്യലി ചെയ്യുന്നത് അതായിരിക്കും കുഞ്ഞ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്ന് എഴുതാൻ തന്നെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ബിഗ് മൂവ്മെന്റ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എഴുതിച്ച് തുടങ്ങുമ്പോൾ വലിയ സർക്കിൾസ്, ലൈൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ വരപ്പിക്കുക എന്നുള്ളതാണ്. ആൽഫബറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ലൈൻസ് ആണ് പഠിക്കേണ്ടത്. സ്റ്റാൻഡിങ് ലൈൻ, സ്ലാന്റിങ് ലൈൻ, കർവ്സ്. ഇത് പഠിക്കുന്നതിന് മുന്നേയും കുഞ്ഞുങ്ങൾ എന്താണ് വലിയ ലൈൻസ്, സർക്കിൾസ് ഇതെല്ലാം വരയ്ക്കാനായിട്ട് അവർ കേപ്പബിൾ ആവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമുക്ക് എന്താണ് സാൻഡ് റൈറ്റിങ്, പിന്നെന്താ അരിയിൽ എഴുതത്തില്ലേ, ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ടെക്നിക്സ് ഒക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ ഹാൻഡ് കൺട്രോൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ഈ വലിയ സർക്കിൾസും ലൈൻസും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അവരെ ലൈൻസും കർവ്സും പഠിപ്പിക്കാം. അതായത് സ്റ്റാൻഡിങ് ലൈന്, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാന്റിങ് ലൈൻ, കർവ്സ്, പിന്നെന്താണ് സിഗ്സാഗ്സ്, ഇതൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഇതെല്ലാം അവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആൽഫബറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ആൽഫബറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ റഷ് ചെയ്യേണ്ട,
സ്ലോലി ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും ലൈൻസും കർവ്സും വരയ്ക്കാനായിട്ട് അവർ ഓക്കെ ആയാൽ തന്നെ ആൽഫബറ്റ്സ് നമ്മൾ കൈപിടിച്ച് എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കത് ജോയിൻ ചെയ്ത് വരയ്ക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ആൽഫബറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ക്യാപിറ്റൽ ലെറ്റർ അത് ഈ ആൽഫബറ്റ്സിലോട്ട് പോകാനായിട്ട് ഹറി ചെയ്യണ്ട. ആൽഫബറ്റ്സ് തുടങ്ങിയാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് സ്ട്രോക്കും ഡയറക്ഷനും ഒക്കെ അവരെ കൊണ്ട് കറക്റ്റായിട്ട് എഴുതിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം വീണ്ടും വീണ്ടും ഞാൻ പറയണം, ആൽഫബറ്റ്സിലോട്ട് വരാൻ നമ്മൾ അത്രയും റഷ് ചെയ്യണ്ട. ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞ് എഴുതാനായിട്ട് കേപ്പബിൾ ആയിട്ട് ഉണ്ടായിരിക്കും. ആൽഫബറ്റ്സ് പഠിപ്പിക്കുമ്പോഴും വളരെ ക്ഷമയോടെ വേണം അവരെ അത് പഠിപ്പിക്കാൻ. കാരണം എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ വായനയിലും എഴുത്തിലും അവനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഈ അക്ഷരങ്ങളായിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ആൽഫബറ്റ്സും, മലയാളത്തിലാണെങ്കിൽ എന്താണ് അക്ഷരമാല, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് തുടർന്നുള്ള ലൈഫിൽ. സോ അതുകൊണ്ട് തന്നെ ആ സമയം അവരുടെ കൂടെ വളരെ ക്ഷമയോടെ മാത്രം എഴുതാനായിട്ട് പഠിപ്പിക്കുക. എഴുത്തെപ്പോഴും ഒരു ഫണ്ണായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ കുഞ്ഞുങ്ങളെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചിരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ അവരെ എഴുതി തുടങ്ങുമ്പോൾ അവരിൽ നിന്ന് അങ്ങനെ പെർഫെക്ഷൻസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ചില അമ്മമാർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് വളരെ ക്വിക്കായിട്ട് ദേഷ്യം വരും. കാരണം അവർ പലതവണ പറഞ്ഞു കൊടുത്തിട്ടും കുഞ്ഞത് ക്യാച്ച് ചെയ്യാണ്ട് വരുമ്പം ദേഷ്യം വരും, സ്വാഭാവികമാണ്. പക്ഷെ അത്തരം തിടുക്കത്തിലുള്ള ദേഷ്യത്തിന്റെ ആവശ്യമില്ല. തുടക്കത്തിലെ പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യാണ്ട് അവരെ കൊണ്ട് വളരെ ഫണ്ണായിട്ട് കളേഴ്സ് ഉപയോഗിച്ച്, ക്രയോൺസ്, പെൻസിൽ കളേഴ്സ്, സ്കെച്ച് പെൻസ് ഒക്കെ ഉപയോഗിച്ച് അത് ഷെയ്ഡ് ചെയ്യാനും ഓക്കെ, അതായത് ആൽഫബറ്റ്സ് ആദ്യം ഐഡന്റിഫൈ ചെയ്യട്ടെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഷെയ്ഡ് ചെയ്യാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എഴുത്തൊക്കെ നമ്മൾ എഴുതാൻ ഇരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇന്നെന്താ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, ഇന്ന് ഏത് കളറാണ് നമ്മൾ കളർ ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്നത്, ഏത് ആൽഫബറ്റാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ലൈൻസാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ലളിതമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലൂടെ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലും ഡെവലപ്പ് ചെയ്ത് വരും. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷോർട്ട് പ്രാക്ടീസ് ടൈം എന്നുള്ളത്. അതായത് നമ്മൾ കുഞ്ഞിനെ എഴുതാനിരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞിന്റെ കൈയുടെ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ആയി, അവരിപ്പോ എഴുതാൻ കേപ്പബിൾ ആണ്, നമ്മൾ ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എഴുതിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം അവരെ എഴുതാൻ ഇരുത്താതിരിക്കുക എന്നുള്ളതാണ്. മാക്സിമം ഒരു 10 to 15 മിനിറ്റ്സ് മാത്രം നമ്മൾ കുഞ്ഞുങ്ങളെ എഴുതാനായിട്ട് ഇരുത്തുക. തുടക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറേ നേരമായി കഴിയുമ്പോൾ അവർ മുഷിയുകയും അവർക്ക് എഴുതാൻ ഇഷ്ടക്കുറവ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഇനിഷ്യലിയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദിവസവും നമ്മൾ 10 to 15 മിനിറ്റ്സ് കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് ആ ആക്ടിവിറ്റി കഴിയുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അത് മാത്രമല്ല അവരിൽ ഒരു ഹാബിറ്റ് ഒരു റൈറ്റിംഗ് ഹാബിറ്റ് ഡെവലപ്പായി വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. എന്തായാലും കുഞ്ഞുങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും അല്ലേ? അപ്പൊ അവരെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്തത്. പോസിറ്റീവ് എൻകറേജ്മെന്റ് മാത്രം കുഞ്ഞുങ്ങൾക്ക് നൽകുക. ഇപ്പൊ അവരെഴുതിയത് തെറ്റാണെങ്കിലും ഇത് കൊള്ളാം, ഇച്ചിരി കൂടി ശരിയാവാനുണ്ട്, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ നമ്മൾ നീ എഴുതിയത് നന്നായിട്ടുണ്ട്, വെരി ഗുഡ്, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടി ബെറ്റർ ആവാനുണ്ടെന്നുള്ളത് വളരെ സ്നേഹത്തോടെ നമ്മൾ അവരോട് പറയുക. പോസിറ്റീവ് എൻകറേജ്മെന്റ് എപ്പോഴും അവരെ കൂടുതൽ ചെയ്യാനായിട്ട് അവരിലൊരു താല്പര്യം വളർത്താൻ അത് സഹായിക്കും. ഒരിക്കലും നമ്മൾ മറ്റൊരു കുഞ്ഞിനെ വെച്ച് നമ്മുടെ കുഞ്ഞിനെ കമ്പയർ ചെയ്യാനേ പാടില്ല. ഡിഫറെൻ്റ് ആണ് കുഞ്ഞുങ്ങളുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്ന അവർ ഓരോ സംഭവങ്ങൾ ക്യാച്ച് ചെയ്യുന്നതും പഠിക്കുന്നതും എല്ലാം അതിന് ടൈം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു കുഞ്ഞിനെ പോലെ മറ്റൊരു കുഞ്ഞിന്, 2 കുഞ്ഞുങ്ങൾക്കും ഒരേ സമയത്ത് ഒരു കാര്യം ചിലപ്പോൾ പഠിക്കാനായിന്ന് വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക, പോസിറ്റീവ് എൻകറേജ്മെന്റ് കൊടുക്കുക. പോസിറ്റീവ് എൻകറേജ്മെന്റ് കൊടുക്കാതിരിക്കുന്നതും കമ്പയർ ചെയ്യുന്നതും പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തെറ്റ് നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക കേട്ടോ. അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ BA മോഡൽ എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് അവരുടെ പാരൻസിൽ നിന്നാണ്. അപ്പൊ കുഞ്ഞുങ്ങളുടെ പ്രസൻസിൽ നമ്മളും എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പൊ നമുക്ക് ഗ്രോസറീസ് ഒക്കെ വാങ്ങണം, അതിന്റെ ലിസ്റ്റൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രസൻസിൽ എഴുതുക. പിന്നെ
നമുക്ക് ഈ റോള് ചേഞ്ച് ചെയ്യാൻ കേട്ടോ. കുഞ്ഞുങ്ങളും അധ്യാപകരായിക്കോട്ടെ, അവരൊരു കാര്യം പഠിച്ചാൽ അവരത് നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ അയ്യോ എനിക്കിത് അറിയത്തില്ല കേട്ടോ കുഞ്ഞെനിക്കിത് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ച് അവരെ കൊണ്ട് അത് പറയിക്കുക, ചെയ്യിക്കുക. അപ്പൊ അവരിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടി ഡെവലപ്പായി വരും. അപ്പൊ ഈ ടിപ്സ് ഒക്കെ തന്നെ കുഞ്ഞുങ്ങളെ എഴുതിക്കുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതാണ്. ഉപകാരപ്പെടും, ഒരു അനുഭവസ്ഥ എന്നുള്ള നിലയിലാണ് പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ റൈറ്റിംഗ് ജേർണി സിമ്പിൾ ആകണമെങ്കിൽ അതിനകത്ത് നമുക്ക് നല്ല പേഷ്യൻസും വേണം. അതുപോലെ തന്നെ അത് കുറച്ച് ഫൺ എലമെന്റ്സ് നമ്മൾ അതിനകത്ത് കൊണ്ടുവരണം. അപ്പൊ കുഞ്ഞുങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് അവരുടെ റൈറ്റിംഗ് ജേർണി എൻജോയ് ചെയ്യും. ലെറ്റ്സ് മേക്ക് അവർ കിഡ്സ് റൈറ്റിംഗ് ടൈം ഹാപ്പി ആൻഡ് സ്ട്രെസ് ഫ്രീ. ലെറ്റ് ദം ലേൺ, explore and enjoy every small step. If you found this video helpful, please support me. Please like, share and subscribe. Don't forget to comment. Okay, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ റൈറ്റ് ചെയ്യിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.